ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായിട്ട് കണ്ടു പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കമന്റ് ഒക്കെ വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ പലരും നോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നോട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. എപ്പോഴും നമ്മൾ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇടാറുണ്ട്. അപ്പൊ കമന്റ് ബോക്സ് വെച്ചിട്ട് കമന്റ് ബോക്സിൽ ഉണ്ടാവും, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലെന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചാണ് നിങ്ങൾ ആ ലൈവും അതുപോലെ തന്നെ 2ാമത്തെ ചാപ്റ്ററിന് അതിൽ കണ്ടിട്ട് ചാപ്റ്റർ വീഡിയോയും കണ്ടു. ആദ്യത്തെ ചാപ്റ്ററിന് 4 പാർട്ട് വീഡിയോ ആയിട്ടാണ് കിട്ടുന്ന, കുറച്ച് വലിയ പാഠമായതുകൊണ്ട് അതും നിങ്ങൾ അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ കണ്ടെന്ന് നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു, നിങ്ങളത് കണ്ട് മനസ്സിലാക്കി എന്ന് പറഞ്ഞു. അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഒക്കെ കിട്ടുമ്പോൾ കിട്ടുന്നുണ്ട് അല്ലെ? ഞങ്ങൾ എടുക്കുന്ന ക്ലാസ് അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന എഫേർട്ട് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? എപ്പോഴും നിങ്ങൾ ഇതേപോലെ ഞങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഞങ്ങളോടൊപ്പം എന്ത് ചെയ്യുക? കമന്റ് ബോക്സിലൂടെ ഞങ്ങൾക്ക് വരുത്തുന്ന മാറ്റങ്ങളായാലും അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളായാലും എന്ത് ചെയ്യുക? അറിയിക്കുക. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് 3ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഓണപരീക്ഷയ്ക്ക് 1ഉം 2ഉം 3ഉം ചാപ്റ്ററാണ് ഹിസ്റ്ററി ഉള്ളത്. ഈ 1ഉം 2ഉം 3ല് 3ാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നാണ് അല്ലെ? ഇതാണ് പാഠത്തിന്റെ പേര്. നമുക്കറിയാം ഈ ഒരു പാഠം സോഷ്യോളജിയാണ്. എന്താണ് ഈ പാഠം? സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്. സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടത് തന്നെ കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പമാണ്, ചെറിയ പാഠമാണ്. നമുക്ക് ആകെ ഒരു 8 പേജാണ്. ഇതടക്കം 8 പേജ് ഈ പാഠത്തിന് പഠിക്കാനായിട്ടുള്ളൂ. അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻ ഒരു പേജ് ുള്ളത്. വെറുതെ 4-5 പോയിന്റ്സ് ഒരു പാഠത്തിൽ നിന്ന് ഒരു പേജിൽ പഠിക്കാനും ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കണം വളരെ ചെറിയ പാഠമാണ്. സ്കൂളിൽ എടുത്തപ്പോഴും മനസ്സിലാവും വളരെ ചെറിയ പാഠമാണ്. പിന്നെ സ്കൂളിൽ കുറച്ചുകൂടി വലുതായിട്ട് തോന്നിയിട്ടുണ്ടാവും. കാരണം എന്താണ്? അതിൽ ഒരുപാട് എക്സാമ്പിളും കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നത്. നമുക്ക് അങ്ങനെ എക്സാമ്പിൾ ഒന്നും വേണ്ട, നമുക്ക് നേരിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരാം. ഓക്കെ എന്നും പറഞ്ഞ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാതിരിക്കാതെ ടെക്സ്റ്റ് ബുക്കിൽ അത് എക്സാമ്പിളുകളിലൂടെ പോയേക്കുന്നതുകൊണ്ട് തന്നെ ആ എക്സാമ്പിളുകൾ നിങ്ങൾ റെഫർ ചെയ്യണം, ആ എക്സാമ്പിളുകൾ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എക്സാമ്പിൾ നോക്കാതെ നിങ്ങൾ വെറുതെ എന്തെങ്കിലും കാണാപ്പാഠം പഠിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. മനസ്സിലാക്കി പഠിക്കാനാണ് ടെക്സ്റ്റ് ബുക്കിൽ എന്താ വന്നേക്കുന്നത്? ഈ എക്സാമ്പിളുകൾ വന്നേക്കുന്നത്. അപ്പൊ ആ എക്സാമ്പിളുകൾ കൂടി റെഫർ ചെയ്ത് ആ എക്സാമ്പിളുകൾ കൂടി വായിച്ചു നോക്കി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ ഒരു പാഠം പഠിക്കാനായിട്ട്. വളരെ സിമ്പിൾ ആണ് മക്കളെ. കാരണം ആദ്യത്തെ 2 വലിയ ചാപ്റ്ററുകൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഭയങ്കര വലിയ ചാപ്റ്ററുകൾ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പാഠമാണ് ഏത് പാഠം? ഈ ഒരു പാഠം സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന പാഠം. അപ്പോൾ ഈ ഒരു പാഠം പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പാഠം നമുക്ക് ചരിത്രം പോലെ പഠിക്കാനില്ല, ഹിസ്റ്ററി പോലെ പഠിക്കാനില്ല. ജസ്റ്റ് വായിക്കാൻ മനസ്സിലാക്കുക, പഠിക്കുക. ജസ്റ്റ് വായിക്കാൻ മനസ്സിലാക്കുക, പഠിക്കുക. അത്രയും മതിയാണ്. അത്രയും പഠിക്കാൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളൂ. അത്രയും എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അധികം പറഞ്ഞു കഴിഞ്ഞാൽ ലാഗ് ആക്കണില്ല. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ എന്താണ്? അനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു കഥയാണ് തന്നിരിക്കുന്നത്. എന്താണ്? അനുവും അനുവിന്റെ അച്ഛനും കടയിൽ പോയപ്പോ ഇവരെ കണ്ടപ്പോ തന്നെ കടക്കാരൻ ചീത്ത പറയണേ, നിങ്ങൾക്ക് ഇനി ഫ്രീ ആയിട്ട് സാധനങ്ങളൊന്നും തരാൻ പറ്റൂല, എനിക്ക് ഇവിടെ എന്റെ പൈസ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കും. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്യാം? അപ്പൊ തന്നെ പോക്കറ്റൊക്കെ തപ്പി കയ്യിലുള്ള 5-10 കൊടുത്ത് തൽക്കാലത്തേക്ക് കടം കുറച്ചൊന്നും എന്ത് ചെയ്യാണ്? വീട്ടുകയാണ്. അപ്പോഴും അനുവിനെ കണ്ടപ്പോ ഭയങ്കര വിഷമമായി അല്ലേ? അപ്പൊ അനു വിചാരിക്കുകയാണ്. അപ്പൊ അനുവിന് ഭയങ്കര വിഷമമായി. അപ്പൊ അനുവിന് മനസ്സിലായി, അനു വിചാരിക്കുന്നുണ്ട് അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ല, അപ്പൊ തന്നെ പൈസ കൊടുത്ത് വീട്ടിയാനെ അച്ഛനിങ്ങനെ കടമൊന്നും പറയൂലായിരുന്നു. പക്ഷെ ആ ചേട്ടൻ അങ്ങനെ ഉച്ചെടുത്തൊക്കെ അനുവിന് ഭയങ്കര വിഷമമായി. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അനു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അയ്യോ എന്തുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? അപ്പൊ അനുവിന് മനസ്സിലായി അച്ഛൻ ജോലിക്ക് പോകുന്നില്ല. അച്ഛൻ ജോലിക്ക് പോവാത്തത് കൊണ്ടാണ് വീട്ടിൽ ഇത്രയും സാമ്പത്തിക ബാധ്യത, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതെന്ന് അനുവിന് മനസ്സിലായി. പക്ഷെ അതാണ് അനു ചിന്തിച്ചിരിക്കുന്നത്. അച്ഛൻ ജോലിക്ക് പോവാത്തത് കൊണ്ട് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമാണോ അവര് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? അതെ, അച്ഛൻ ജോലിക്ക് പോവാത്തതാണ്. പക്ഷെ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല? അച്ഛൻ എന്താ ജോലിക്ക് പോവാത്ത? അച്ഛന് മടിയായിട്ടാണോ? ജോലി കിട്ടാനിട്ടാണോ? ജോലി ഇല്ലാനിട്ടാണോ? എന്താണെന്നുള്ളത് ചിന്തിക്കുന്നില്ല. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു ഡീപ്പർ ലെവലിലേക്ക്, ഒരു ആഴത്തിൽ ഇറങ്ങി പഠിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനായിട്ട് ഉള്ളത്. അതായത് മക്കളെ, നമ്മളൊരു വിഷയത്തിനെ ശാസ്ത്രീയമായിട്ട് പഠിക്കുക. നമുക്ക് 2 തരത്തിൽ അപ്രോച്ച് ചെയ്യാം. കോമൺ സെൻസിലൂടെ, സാമാന്യ ബോധത്തിലൂടെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതുപോലെ സയന്റിഫിക് ആയിട്ട്, ശാസ്ത്രീയമായിട്ടും അപ്രോച്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ അനു ചിന്തിക്കുന്നത് കോമൺ സെൻസിലൂടെയാണ്, സാമാന്യ ബോധത്തിലൂടെയാണ്. അനുമോള് ഓക്കെ, നമ്മുടെ ആ കുട്ടി അനുമോൾ എന്താ ചിന്തിക്കുന്നത്? അനുമോൾ ചിന്തിക്കുന്നത് എന്താണ്? അനു എന്ന് പറഞ്ഞ ആ കുട്ടി ചിന്തിക്കുന്നത് അച്ഛൻ ജോലിക്ക് പോകുന്നില്ല, ജോലിക്ക് പോകാത്ത എന്തുകൊണ്ടാണ്? അച്ഛന് ജോലിക്ക് പോകാത്ത എന്തുകൊണ്ടാന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, അച്ഛൻ ജോലിക്ക് പോകുന്നില്ല എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോ അച്ഛൻ ജോലിക്ക് പോകുന്നില്ല എന്ന് മാത്രം ചിന്തിച്ചു വെച്ചേക്കാൻ, അതാണ് സാമാന്യ ബോധം.
അഥവാ കോമൺ സെൻസ്. നമ്മൾ അത്രേ ചിന്തിക്കുള്ളൂ, ചെറിയൊരു കാരണം മാത്രമേ ചിന്തിക്കുള്ളൂ. ഇനിയിപ്പോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല? ഞാൻ പഠിക്കാത്തതിന് പല സാഹചര്യങ്ങൾ ഉണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടി പഠിക്കാത്തതിന് പല കാരണങ്ങൾ ഉണ്ടാവായിരിക്കാം, എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ ഉണ്ടാവായിരിക്കാം. പക്ഷെ അങ്ങനെ ഡീപ്പറായിട്ട് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ജസ്റ്റ് അതിന്റെ പുറം ലെയർ മാത്രം, ഒരു ഔട്ടർ ലെയർ മാത്രം ചിന്തിച്ചെടുക്കുന്നതാണ് കോമൺ സെൻസ്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പഠിക്കുന്നതാണ് സോഷ്യൽ അനാലിസിസ് എന്നൊക്കെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിന്റെ ഡെഫിനേഷൻ വെച്ച് തന്നെ പഠിക്കാം. ആ ഡെഫിനേഷൻ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ, കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. കോമൺ സെൻസ് നോളജ് ഈസ് ദ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽ അക്വയർ അബൌട്ട് വേൾഡ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസ്, സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് കൾച്ചറൽ നോളജ്. എന്താണ് സാമാന്യ ബോധം അഥവാ സാമാന്യ ബുദ്ധി എന്നും സാമാന്യ ബോധം എന്നും പറയും. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് സാമാന്യ ബോധജ്ഞാനം എന്നാണ്, സാമാന്യ ബുദ്ധി അറിവ് എന്ന് പറയുന്നത് കൊണ്ടും തെറ്റില്ല. സാമാന്യ ബോധജ്ഞാനത്തിനെ സാമാന്യ ബുദ്ധി അറിവ് എന്ന് പറയുന്നത് കൊണ്ടും തെറ്റില്ല. സാമാന്യ ബോധജ്ഞാനം തന്നെ പഠിച്ചാലും മതി, ടെക്സ്റ്റ് ബുക്കിലുള്ളതിനെ പഠിച്ചാലും മതി, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്താണ് സാമാന്യ ബോധജ്ഞാനം? നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ഇടപഴകലിലൂടെ സാംസ്കാരിക അറിവിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അറിവിനെയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അല്ലെ, ഇത്രയും നാൾ എന്താണ് കോമൺ സെൻസ് എന്ന് പറഞ്ഞുകൂടാ. നമ്മൾ ചോദിക്കും എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിച്ച കോമൺ സെൻസ് ഇല്ലേടാ നിനക്ക്, നീ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കണമെങ്കിൽ നിനക്ക് ബുദ്ധി ഇല്ലേടാ, കോമൺ സെൻസ് ഇല്ലേടാ എന്നൊക്കെ നമ്മള് കൂട്ടുകാരോടായാലും അനിയന്മാരോടായാലും ഒക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളോടായാലും നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്മാരോ ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും. അല്ലെ, എന്താണ് നിനക്ക് ബുദ്ധി ഇല്ലേ, കോമൺ സെൻസ് ഇല്ലേ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും. അല്ലെ, അപ്പോ എന്താണ് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത്? അത് യഥാർത്ഥത്തിൽ മക്കളെ വേറൊന്നുമില്ല, നമ്മൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ, എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട അനുഭവങ്ങളിലൂടെ, ഞാൻ സാമൂഹികമായിട്ട് ഇടപഴകുന്നതിലൂടെ, ഞാൻ നിങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്റെ സമൂഹവുമായിട്ടോ എന്റെ വീട്ടുകാരുമായിട്ടോ എന്റെ നാട്ടുകാരുമായിട്ടോ എന്റെ കൂട്ടുകാരുമായിട്ടോ അങ്ങനെ ഒരു എന്റെ പിയർ ഗ്രൂപ്പുമായിട്ടോ ഇടപഴകുന്നതിലൂടെയും അല്ലെങ്കിൽ ഞാൻ സാംസ്കാരികപരമായിട്ട് നേടിയെടുക്കുന്ന അറിവിലൂടെയും ഡെവലപ്പ് ചെയ്യുന്ന എന്റെ ബുദ്ധിയെയാണ് എന്ത് വിളിക്കുന്നത്? കോമൺ സെൻസ് അഥവാ സാമാന്യ ബോധം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ ഞാനൊരു കുട്ടിയെ പോയി പ്രപ്പോസ് ചെയ്യുന്നു, ആ കുട്ടി റിജക്ട് ചെയ്യുന്നു, അപ്പൊ എനിക്കൊരു അറിവാണ്. കുട്ടി പ്രപ്പോസ് ചെയ്ത് അപ്പൊ തന്നെ ഒന്നും വീഴണമെന്നില്ല, അതൊരു അറിവാണ്. ഇത്തരത്തില് ഞാൻ എന്താണ് എന്റെ എക്സ്പീരിയൻസിലൂടെ, ഞാനിപ്പോ സമൂഹത്തിൽ ഇടപഴകുമ്പോൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്, പല കാര്യങ്ങളും അവിടെ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കി എന്റെ ബുദ്ധിയിലേക്ക് കയറ്റാനുണ്ട്. ആ ചില കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കാര്യം കണ്ട് മനസ്സിലാക്കി ബുദ്ധിയിലേക്ക് കയറ്റും. അല്ലെ, അപ്പോ അത്തരത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അറിവിനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? കോമൺ സെൻസ് അഥവാ സാമാന്യ ബോധം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? സിമ്പിൾ ഡെഫിനേഷൻ അല്ലേ? ഒന്നുകൂടി വായിച്ചു നോക്കി. എന്താണ്? വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും സാമൂഹിക ഇടപെടലിലൂടെയും സാംസ്കാരിക അറിവിലൂടെയും വ്യക്തി ലോകത്തെക്കുറിച്ചുള്ള ഉണ്ടാക്കുന്ന നേരിട്ടുള്ള ധാരണയാണ് സാമാന്യ ബോധം അഥവാ സാമാന്യ ബുദ്ധി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. എന്താണ് മക്കളെ അടുത്തത്? വാട്ട് ആർ ദി വേസ് ഇൻ വിച്ച് കോമൺ സെൻസ് നോളജ് ഡെവലപ്പ്? എങ്ങനെയാണ് സാമാന്യ ബോധം ഡെവലപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമുക്ക് കോമൺ സെൻസ് ഉണ്ടാവുന്നത്? കോമൺ സെൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആ ഡെഫിനേഷൻ എന്ന് തന്നെ കിട്ടും അല്ലെ? ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? സാമാന്യ ബോധം ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ വ്യക്തിപരമായ അറിവിലൂടെ, അനുഭവത്തിലൂടെ, എക്സ്പീരിയൻസിലൂടെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ വേറെ കുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ നേരിടുന്ന പല പല അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പല പല പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടാവും. ആ പ്രശ്നങ്ങളിലൊക്കെ ഡീൽ ചെയ്യുന്നതിലൂടെ എനിക്കുണ്ടാവുന്ന കുറച്ച് അനുഭവങ്ങളും അറിവുകളും ഉണ്ട്. അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? കോമൺ സെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ എനിക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും? കോമൺ സെൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ത്രൂ ജനറൽ ഒബ്സർവേഷൻ, എന്ന നിരീക്ഷണങ്ങളിലൂടെ. നമ്മളിപ്പോ ഓരോ കാര്യം കാണുമ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിരീക്ഷിക്കുന്നുണ്ടല്ലേ? ഓരോ കാര്യം കാണുമ്പോൾ അതിങ്ങനെയാണ് അല്ലെങ്കിൽ അത് അങ്ങനെയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതാണ് ഇതിന്റെ പ്രശ്നത്തിന് കാരണം. അപ്പൊ ഇത്തരത്തില് നമ്മൾ ഒബ്സർവ് ചെയ്തത്, നിരീക്ഷിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അറിവും എന്താണ്? കോമൺ സെൻസ് ആണ്. അപ്പോൾ നമുക്ക് നിരീക്ഷണത്തിലൂടെയും എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? സാമാന്യ ബോധം അഥവാ കോമൺ സെൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ഒരുപാട് അറിവ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അതും കോമൺ സെൻസ് ആണ്. അതിലൊരു പരിചയം എന്തുണ്ട്? കോമൺ സെൻസ് ഉണ്ട്. ഇനി ത്രൂ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇന്ററാക്ഷൻ, നേരത്തെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സമൂഹവുമായിട്ടും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ടും ഇടപഴകുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്ന അറിവും എന്ത് തന്നെയാണ്? കോമൺ സെൻസ് അഥവാ സാമൂഹിക ബോധമാണ് അല്ലെങ്കിൽ സാമാന്യ ബോധമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനേഷനും അതുപോലെ എങ്ങനെയാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം. ഇതൊക്കെ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം.
അടുത്ത മക്കളെ ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ നമുക്ക് ഒരുപാട് എക്സാമ്പിളുകളിലൂടെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു 3 പേജ് ആയിട്ട് കൊടുത്തിട്ട് അവസാനം ഇതെല്ലാം ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത്. ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്, പരിമിതികൾ, ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാം. കോമൺ സെൻസ് എല്ലാം കംപ്ലീറ്റ് ആണോ, 100% ആണോ? എല്ലാം. എടാ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ നമ്മൾ നേരിടുന്ന അറിവ് കോമൺ സെൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ എന്താണ് മെഴുകുതിരി കത്തണം. അപ്പൊ കുഞ്ഞിക്കുട്ടികളായിരുന്നപ്പോ നമുക്ക് മെഴുകുതിരി പോയി തൊടാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലെ. ആ കാരണം ഒരു ലൈറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്തോ അത്ഭുതം വരുന്നു. അപ്പൊ അന്ന് അമ്മ പോയി തൊട്ടിട്ടൊക്കെ ഉണ്ടാവും. ആദ്യമൊക്കെ നമ്മുടെ അച്ഛനമ്മയോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആദ്യം നമ്മൾ എടുത്ത് മാറ്റി വെക്കുമെന്ന്, കൈ പൊള്ളൂന്ന് അറിയാവുന്നതാണ്. പിന്നെ ചിലപ്പോൾ എന്ത് പറയും, ജസ്റ്റ് ഒന്ന് പൊള്ളിക്കോട്ടെ കുഴപ്പമില്ല, അപ്പൊ മനസ്സിലാവും എന്നുള്ളത് പറയും അല്ലേ. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പോയി തൊട്ട് കഴിഞ്ഞപ്പോ എനിക്ക് പുള്ളിക്കഴിയുമ്പോൾ ഞാൻ കൈവലിച്ച് കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ തീ കാണുമ്പോൾ അതിന്റെ അടുത്തേക്ക് പോകുമോ? ഇല്ല. കാരണം എനിക്ക് ഒരു പ്രാവശ്യം അത് അനുഭവം ഉണ്ട്. ഞാൻ അങ്ങനെ നേരിട്ടതാണ് ഒരു അനുഭവം അല്ലെ. അപ്പൊ ആ ഒരു അനുഭവം ഞാൻ നേരിട്ടതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ട് തീ പോയി തൊടാൻ നിൽക്കോ? ഇല്ല. അത് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ കുട്ടിയാണെങ്കിലും നമുക്കറിയാം. അതാണ് പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ നമ്മളൊരു ഡെവലപ്പ് ചെയ്തെടുത്തൊരു ബോധം. അതാണ് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ആണ്. ആ കോമൺ സെൻസിന്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാനായിട്ട് പോകുന്നത്. ഒന്ന്, പ്രൊവൈഡ്സ് ഓൺലി പാർഷ്യൽ നോളജ്, ഭാഗികമായ അറിവ്. കോമൺ സെൻസ് കൊണ്ട് ഒരിക്കലും ഒരു പ്രശ്നത്തിന് യഥാർത്ഥ അറിവിലേക്ക്, യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ ആ കഥയിൽ, ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആ കഥയിൽ അനു എന്ന് പറയുന്ന ആ പെൺകുട്ടി, നമ്മുടെ അനുമോട് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി എന്താണ് ഈ പറയുന്നത് പോലെ എന്ത് ചെയ്യില്ല, അവളുടെ അച്ഛന് ജോലി ഇല്ലാത്തതിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കുന്നുണ്ടാ? ഇല്ല. അവൾ എന്തേ ചിന്തിക്കണുള്ളൂ, അച്ഛൻ ജോലിക്ക് പോകുന്നില്ല, അച്ഛൻ മടിയനായിട്ട് ചിന്തിക്കണ പോലെയാണ് അല്ലെ. അച്ഛൻ ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അത്രേ ചിന്തിക്കണുള്ളൂ. എന്തുകൊണ്ടാണ് അച്ഛൻ ജോലിക്ക് പോകാത്തതെന്ന് ചിന്തിക്കണണ്ടാ, അച്ഛന്റെ ജോലി എന്താണെന്ന് ചിന്തിക്കണണ്ടാ, അതൊന്നും ചിന്തിച്ച് ആ കുട്ടി പോകുന്നില്ല. അതാണ് ശാസ്ത്രീയമായിട്ട് പഠിക്കുക. യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോകാന്ന് പറയുന്നത് അതാണ്. പക്ഷെ അതൊന്നും ആ കുട്ടി ചെയ്യുന്നതേ ഇല്ല. ആ കുട്ടി ചെയ്യുന്നത് എന്ത് മാത്രമാണ്, അച്ഛൻ ജോലിക്ക് പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ദാരിദ്ര്യത്തിലാണ്, അത്രേ ആ കുട്ടി ചിന്തിക്കണുള്ളൂ. ഓക്കെ. ഇനി രണ്ടാമത്തത് ബേസ് ഓൺ സ്റ്റീരിയോ ടൈപ്പ്. ആണ് മക്കളെ, ഈ കോമൺ സെൻസ് സ്റ്റീരിയോ ടൈപ്പുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്താണ് സ്റ്റീരിയോ ടൈപ്പ് എന്നൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചാണ്. 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പുതിയ സിലബസ് പ്രകാരം സ്റ്റീരിയോ ടൈപ്പ് എന്താണെന്ന് പഠിക്കാനുണ്ടായിരുന്നു. അത് നിങ്ങൾ വളരെ വ്യക്തമായി നന്നായിട്ട് പഠിച്ചു വെച്ചവരാണ്. എന്താണ് മക്കളെ സ്റ്റീരിയോ ടൈപ്പ്? എന്താണ് ആ സ്റ്റീരിയോ ടൈപ്പ്? നമുക്കറിയാം എന്താണ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റുകളാണ് അല്ലെ, പൊതുവെ നിലനിൽക്കുന്ന ധാരണകളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെയാണ് നമ്മൾ വിചാരിക്കാം. നേരെ മറിച്ച് സാർ എന്ന് പറഞ്ഞാലേ ഒരു പുരുഷനെ വിചാരിക്കുള്ളൂ. പക്ഷെ ടീച്ചറും സാറും രണ്ടും രണ്ടാണോ? അല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ടീച്ചർ എന്ന് പറഞ്ഞാൽ വൺ ഹു ടീച്ചേഴ്സ് ആണ്. നിങ്ങളെ പഠിപ്പിക്കുന്നത് ആരോ അവരെല്ലാം ടീച്ചർമാരാണ്, അധ്യാപകരാണ്. പിന്നെ നമ്മളാണ് ലേഡി അല്ലെങ്കിൽ ഫീമെയിൽസിനെ ടീച്ചർ എന്നും പുരുഷന്മാരെ മെയിൽസിനെ ജെൻസിനെ സർ എന്നും വിളിക്കുന്നത് നമ്മൾ കൊണ്ടുവന്നൊരു കൺസെപ്റ്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റർ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പുരുഷന്മാർക്കാണ് കൂടുതൽ മുൻഗണന കിട്ടുക. സ്ത്രീകളെക്കാൾ കൂടുതൽ മുൻഗണന പുരുഷന്മാരാണ് നമ്മൾ ചിന്തിച്ചു വിടുക അല്ലെ. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് സ്പോർട്സിനകത്ത് ഒരു ഇവന്റും ഇല്ല അല്ലെങ്കിൽ ഒരു റോഡും ഇല്ലേ? ഇല്ലാനിട്ടാണോ? അല്ല. പക്ഷെ എന്താണ്, അതൊരു സ്റ്റീരിയോ ടൈപ്പ് ആണ്. ഒരു അടുക്കളയുടെ പരസ്യമൊക്കെ നിങ്ങൾ വന്നാൽ ഞാൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടുക്കളയുടെ പരസ്യമാണെങ്കിൽ അതിനകത്ത് ലീഡ് റോൾ ആർക്കായിരിക്കും? ഫീമെയിൽസിനായിരിക്കും. നേരെ മറിച്ച് വേറെ ഡ്രസ്സിന്റെ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ രണ്ടുപേരും വന്നിട്ടുണ്ട് ഏകദേശം. പക്ഷെ അതല്ല, സ്പോർട്സിന്റെയോ കാറിന്റെയോ ബൈക്കിന്റെയോ വന്നതിന് അതിനകത്ത് ലീഡ് റോൾ ആർക്കായിരിക്കും? പുരുഷന്മാർക്കായിരിക്കും. കാരണം ഇത്തരത്തിൽ ഉള്ള സ്റ്റീരിയോ ടൈപ്പുകളുണ്ട്. അപ്പോൾ ആ സ്റ്റീരിയോ ടൈപ്പ് നിലനിൽക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടുക്കള പണി ചെയ്യേണ്ടവരും പുരുഷന്മാരാണ്, ബ്രെഡ് വിന്നേഴ്സ്, റൊട്ടി നേടാൻ പോകേണ്ടവർ അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ടവർ എന്നൊക്കെ ഉള്ള ചില സ്റ്റീരിയോ ടൈപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട്. അപ്പൊ ഇത്തരം സ്റ്റീരിയോ ടൈപ്പുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്ന് പറയുന്നത് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എന്താണ്, നിങ്ങൾ മണിക്കൂറോളം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, അതൊക്കെ ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. മണിക്കൂറോളം പഠിച്ചാലേ ആരെയും പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അതൊക്കെയാണ് ഉള്ളത്. അപ്പൊ പഠിക്കാനിരിക്കണം, അതാണ് കാരണം. അപ്പോൾ പഠിക്കാനിരിക്കാതെ നമുക്ക് പഠിക്കാൻ കിട്ടില്ല. പഠിക്കാനിരിക്കുന്ന സമയം എഫക്റ്റീവായിട്ട് ഫോൺ നോക്കാതെ ടി വി നോക്കാതെ ഇരിക്കുന്ന 2 മണിക്കൂർ ആ ശക്തമായിട്ട് അതായത് പഠിക്കാൻ വേണ്ടി തന്നെ ഇരുന്ന് പഠിക്കണം. ഓക്കെ. അപ്പൊ അതാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം തെറ്റായ ധാരണകളെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ നമ്മൾ ശരിയായ ധാരണയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കണം അഭിപ്രായങ്ങൾ രൂപീകരിക്കേണ്ടത്. പക്ഷെ കോമൺ സെൻസ് നമുക്ക് എന്താണ്, സ്റ്റീരിയോ ടൈപ്പുകളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ, സ്റ്റീരിയോ ടൈപ്പുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് രൂപീകരിക്കാനായിട്ട് സാധിക്കൂ. ഇനി ബേസ് ഓൺ സ്പെക്യുലേഷൻസ് ഓർ പ്രാക്ടീസസ്, ഊഹാപോഹങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ത്, ഈ പറഞ്ഞതുപോലെ സ്റ്റീരിയോ ടൈപ്പ്. ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിന് യഥാർത്ഥമായിട്ടൊരു കാര്യത്തിലേക്ക് പോകാതെ നമ്മൾ എന്താണ് ചിന്തിച്ചു കൂട്ടി ഇതങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെയാണ് വരാ, അതങ്ങനെ തന്നെ ആവാനാണ് സാധ്യത, അങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂട്ടിയുള്ള ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപീകരിക്കുന്നതാണ് എന്ത്, കോമൺ സെൻസ്.
അഥവാ സാമാന്യ ബോധം. ഇനി കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലം കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. യഥാർത്ഥ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. പനുവിന്റെ വീട്ടിൽ ജോലി ഇല്ലാത്തതിന് യഥാർത്ഥ കാരണങ്ങളിലേക്ക് അവർ പോയിട്ടില്ല, ഞാൻ പറഞ്ഞു അല്ലെ. ഇത്തരത്തില് യഥാർത്ഥ കാര്യം, ഒരു പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ, ഒരു യഥാർത്ഥ പ്രശ്നം കണ്ടെത്താൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? കോമൺ സെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെന്താണ്? നോട്ട് ബേസ്ഡ് ഓൺ സയന്റിഫിക് ഒബ്സർവേഷൻ ആൻഡ് സ്റ്റഡീസ്. എന്താണ്? ശാസ്ത്രീയ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല എന്ത് രൂപീകരിക്കുന്നത്? കോമൺ സെൻസ് രൂപീകരിക്കുന്നത്. കോമൺ സെൻസ് ഒരു കാരണവശാലും ഒരിക്കലും എന്തിനെ ബേസ് ചെയ്യുന്നില്ല? സയന്റിഫിക് സ്റ്റഡി, ശാസ്ത്രീയ പഠനത്തെ ബേസ് ചെയ്യുന്നില്ല. അത് വെറും എന്താണ്? പൊള്ളയായ വായുവിൽ നിന്നെടുക്കുന്നത് പോലെ ഊഹാപോഹങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതും സ്റ്റീരിയോ ടൈപ്പുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് അതിനെ ശാസ്ത്രീയ പഠനം എന്ന് ഒരു കാരണവശാലും നമുക്ക് വിളിക്കാനായിട്ടോ അഭിസംബോധന ചെയ്യാനായിട്ടോ പറയാനായിട്ടോ സാധിക്കില്ല. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്തത് മക്കളെ, എന്താണ് സോഷ്യൽ അനാലിസിസ്? അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എന്താണ് സോഷ്യൽ അനാലിസിസ്. ഓക്കെ, സോഷ്യൽ അനാലിസിസ് ദി പ്രോസസ് ഓഫ് എക്സാമിനിങ് ഹൗ സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ പ്രോബ്ലം അഫക്ട് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. എന്താണ്? സാമൂഹിക ബന്ധങ്ങള്, സാമൂഹിക സ്ഥാപനങ്ങള്, സാമൂഹിക ഘടനകള്, സാമൂഹിക പ്രശ്നങ്ങള് എങ്ങനെ ഒരു വ്യക്തിയെയും സമൂഹത്തെയും സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് സോഷ്യൽ അനാലിസിസ്. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? എന്താണ്? ഓരോ കാര്യവും ഒരു വ്യക്തിയെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുന്നതാണ് സോഷ്യൽ അനാലിസിസ്. ഒരു പ്രശ്നം ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുന്നതാണ് സോഷ്യൽ അനാലിസിസ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കാം. ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ജോലി ഇല്ലാണ്ടായി, എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങോട്ട് പിരിച്ചുവിടുകയാണ്, വിങ്സ് അക്കാദമിയിൽ നിന്ന് അങ്ങോട്ട് പിരിച്ചുവിടുകയാണ്. എനിക്ക് പിന്നെ ജോലി ഇല്ല, എനിക്ക് ശമ്പളം തരൂ, എന്നെ ജോലിക്ക് എടുക്കാണ്ട് എന്നെ ഇവിടെ പിരിച്ചുവിട്ടിട്ട് സജാമിസ് അല്ലെങ്കിൽ നമ്മുടെ ഓണർ നമുക്ക് എപ്പോഴും പൈസ തരും, എപ്പോഴും പൈസ തരണം, ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിക്കൊന്നു, ഈ ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല, നാളെ ജോലി ഇതിന്റെ പേരിൽ നിനക്ക് എല്ലാ മാസവും 19,000 രൂപ തരാമെന്ന് പറഞ്ഞ് തരൂ? ഇല്ല, ഒരിക്കലും തരില്ല അല്ലേ? അപ്പോ എന്നെ ഒന്ന് പിരിച്ചുവിട്ടു, എനിക്ക് ജോലി ഇല്ലാണ്ടായി. സ്വാഭാവികമായിട്ടും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. നിന്റെ കയ്യിൽ ഇരിപ്പോണ്ട് പോയതാണ്, നീ അല്ലെങ്കിൽ മര്യാദക്ക് ജോലി ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് ജോലി ഉണ്ടായില്ല, ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ജോലിയും കിട്ടണില്ല. അപ്പോഴും എന്നെ കുറ്റം പറയും അല്ലേ? നീ മര്യാദക്ക് ജോലി നോക്കാണ്ടാണ്, അതാണ് ഇതാണ്, നിന്റെ ഒപ്പമുള്ളവർക്ക് ജോലി കിട്ടിയാലാ, അപ്പുറത്തെ വീട്ടിലെ ചെക്കന് ജോലി കിട്ടിയാലാ, ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണിന് ജോലി കിട്ടിയാലാ, തെക്കലെ രാമചേട്ടന്റെ മോന്റെ വല്യച്ഛന്റെ ഇളയച്ഛന്റെ കുഞ്ഞച്ഛന്റെ കൊച്ചച്ഛന്റെ ഇളയച്ഛന്റെ അയൽവാസന്റെ മോനിക്ക് ജോലി കിട്ടിയാലാ എന്നൊക്കെ ഇങ്ങനെ പറയും അല്ലേ? ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും കസിൻ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? വഴിയെ പോണ ഏതൊരാൾക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടിലിരിക്കണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? കാരണം പിന്നെ ഇരിക്കാൻ പറ്റൂല, അത്രയും ഒച്ചപ്പാടുള്ള നമ്മൾ വീട്ടിൽ നിന്ന് കേൾക്കേണ്ടി വരും അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ ഇത്തരത്തില് എനിക്ക് ജോലി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മാത്രം പ്രശ്നം കൊണ്ടായിരിക്കോ? ഇല്ല. അപ്പൊ അതെങ്ങനെയാണ് എനിക്ക് ജോലി ഇല്ലാതെ സമൂഹത്തിനെ ബാധിക്കുന്നത് എന്ന് പഠിക്കുന്നതാണ് സോഷ്യൽ അനാലിസിസ്. എനിക്ക് ജോലി ഇല്ലെങ്കിൽ അതെന്താണ്? നമ്മൾ ഡാറ്റ വെച്ച് പഠിക്കും. എനിക്ക് മാത്രമാണോ ജോലി കിട്ടാത്തത്, അല്ലെങ്കിൽ എന്റെ മാത്രമാണോ ജോലി പോയത്? ഇനി എനിക്ക് ജോലി പോയപ്പോ ആ കമ്പനിയിൽ എന്തുകൊണ്ട് അങ്ങനെ ജോലി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി? എന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണോ, എന്റെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടാണോ, അല്ലെങ്കിൽ ആ കമ്പനി നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ രാജ്യം നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ സർക്കാരിന്റെ എന്തെങ്കിലും പോളിസി കൊണ്ടാണോ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യും. എന്തുകൊണ്ട് ജോലി പോയി? ആ കമ്പനിയിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു തൊഴിലാളിനെ പിരിച്ചിടും, എന്താണ്? അയാൾക്ക് ശമ്പളം കൊടുക്കണ്ട, അത്രയും ശമ്പളം കമ്പനിക്ക് കിട്ടും. ഓക്കെ, ഇനി അല്ലെങ്കിൽ എന്താണ്? ഈ പറഞ്ഞ സർക്കാർ എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവന്നിട്ടാണോ, അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള എന്തെങ്കിലും പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടോ, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലേ? ഇത്തരത്തില് ആ ഒരു പ്രശ്നത്തിനെ ശാസ്ത്രീയമായിട്ട് ഇൻഡെപ്റ്റ് ആയിട്ട് ആഴത്തിലിറങ്ങി പഠിക്കുന്നതിനെയാണ് സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരാളുടെ പ്രശ്നത്തിനെ അത്രയും ഡീപ്പിലേക്ക് ഇറങ്ങി പഠിക്കുന്നതാണ് എന്ത്? സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഓക്കെ. ഇനി സോഷ്യൽ അനാലിസിസ് ഹെൽപ്പ് us to develop a deeper understanding of the factors that influences various social situations and provide suggestions and improvement. എന്താണ്? അപ്പോ സോഷ്യൽ അനാലിസിസിലൂടെ മാത്രമേ, സാമൂഹിക വിശകലനത്തിലൂടെ മാത്രമേ നമുക്കൊരു പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനും അത് എത്രത്തോളം ആഴത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, എത്രത്തോളം ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കാനും അതിനെ, ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള നടപടികൾ നമുക്ക് കണ്ടെത്താനും സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രശ്നത്തിനെ സോഷ്യൽ അനാലിസിസിലൂടെ തന്നെ അപ്രോച്ച് ചെയ്യണം. കോമൺ സെൻസിലൂടെ അത് പറ്റുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരാളെ പോയി പ്രപ്പോസ് ചെയ്തു, റിജക്ട് ചെയ്തതിന് കാരണം പലതായിരിക്കാം. ചിലപ്പോൾ ആ കുട്ടി ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഭംഗിയില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പ്രയോജനത്തിൽ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കാം അല്ലേ? അപ്പൊ ഇത്തരം പല കാര്യങ്ങളുണ്ട്. ഞാനൊന്നും ചിന്തിക്കാതെ എനിക്ക് ഭംഗിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിരുന്ന നല്ല കാര്യം ഉണ്ടാവില്ല, അത് കോമൺ സെൻസ് ആയിരിക്കും വേണമെങ്കിൽ അല്ലേ? പക്ഷെ അതല്ല, അതിന് പിന്നീട് യഥാർത്ഥ കാരണം ചിലപ്പോൾ ആ കുട്ടിക്ക് അതോടുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല. ആ കുട്ടിക്ക് എന്താണ്? ഒരു അറേഞ്ച്ഡ് മാരേജിനോടായിരിക്കും താല്പര്യം.
ഓക്കെ. അപ്പൊ ഇത്തരം പല കാര്യങ്ങളുണ്ട്. അതൊരു സോഷ്യൽ പ്രോബ്ലം ആയിട്ട് ഞാൻ പറയണതല്ല. നമുക്കറിയാം പേഴ്സണൽ പ്രോബ്ലം ഉണ്ട്, സോഷ്യൽ പ്രോബ്ലം ഉണ്ട്. ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന, എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് പേഴ്സണൽ പ്രോബ്ലം. ഇപ്പോ ഞാൻ എന്ത് ചെയ്യാണ്, ഒരാളുടെ നിന്ന് പൈസ കടം വാങ്ങി. അപ്പോ അയാൾക്ക് പൈസ തിരിച്ചു കൊടുക്കാന്ന് പറയാണ്. തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ സമയത്തൊന്നും ഞാൻ തിരിച്ചു കൊടുക്കണില്ല. ഞാൻ എന്നിട്ട് അത് കൊടുക്കാന്നാണ്ട് കൊടുക്കണില്ല. അവസാനം അയാളും ഞാനും തമ്മിൽ വാക്ക് വെച്ചു. അത് പേഴ്സണൽ പ്രോബ്ലം. ഞാനും അയാളും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. നേരെ മറിച്ച് ഞാൻ എന്ത് ചെയ്യാണ്, എല്ലാവരും കുറി മേടിക്കാനായിട്ട് അല്ലെങ്കിൽ കുറി വെക്കാനായിട്ട് ഞാൻ എല്ലാവരും പൈസ ഒക്കെ മേടിച്ച് ഒരു വർഷത്തെ കുറിയാണ്, ഒരു 15 ലക്ഷം രൂപയുടെ കുറിയാണെന്ന് വിചാരിക്കാം. ഒരു 15 ലക്ഷം രൂപയുടെ കുറിയാണ്. ഒരു മാസം ബാക്കിയുള്ള ഒരു 14 ലക്ഷം രൂപ കിട്ടിയപ്പോൾ ഞാൻ ആ 14 ലക്ഷം രൂപ മുങ്ങി. ബാക്കിയുള്ള എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവൂലേ? അപ്പൊ അതെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമല്ലേ? അതാണ് പേഴ്സണൽ പ്രോബ്ലം. മറിച്ച് സോഷ്യൽ പ്രോബ്ലം അത് ഒരുപാട് പേരെ പേഴ്സണൽ പ്രോബ്ലം, ഒരു സോഷ്യൽ പ്രോബ്ലം. എന്നെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരാളെയോ ഒന്നോ രണ്ടാളുകളെ മാത്രം ബാധിക്കുന്നത് പേഴ്സണൽ പ്രോബ്ലം. കുറേ പേരാ ഒട്ടനവധി ആളുകളെ ബാധിക്കുന്നതാണെങ്കിൽ അതെന്താണ്? സോഷ്യൽ പ്രോബ്ലം ആണ്. ഓക്കെ. അപ്പോ എന്ത് പ്രോബ്ലം ആയാലും, പേഴ്സണൽ ആയാലും സോഷ്യൽ ആയാലും, അതിനുള്ള കാരണം, യഥാർത്ഥ കാരണം, ശരിക്കുള്ള കാരണം ആഴത്തിൽ ഇറങ്ങി കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്തിലൂടെ അപ്രോച്ച് ചെയ്യണം? സോഷ്യൽ അനാലിസിസിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ ഇമാജിനേഷനിലൂടെയും അപ്രോച്ച് ചെയ്യണം. ക്ലിയർ ആണോ? സോഷ്യൽ അനാലിസിസ് എന്താണെന്ന് മനസ്സിലായേ? എക്സാമ്പിൾ പറഞ്ഞപ്പോൾ മനസ്സിലായേ? അങ്ങനെയാണെങ്കിൽ സോഷ്യൽ ഇമാജിനേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ സ്കിൽ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഹൗ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആർ റിലേറ്റഡ് ടു ബ്രോഡർ സോഷ്യൽ സ്ട്രക്ചർ. അതായത് ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ എങ്ങനെ സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. എന്റെ മാത്രം പ്രശ്നം, എനിക്കുള്ള പേഴ്സണൽ പ്രോബ്ലം എങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നു, അതെങ്ങനെ സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കുന്നതാണ് എന്ത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ എനിക്ക് ജോലി ഇല്ലാണ്ടായി, അത് സമൂഹത്തെ ബാധിക്കുമെടാ മക്കളെ. എനിക്ക് ജോലി ഇല്ലാണ്ടായി, നിങ്ങൾ വിചാരിക്കാം ഞാൻ മാത്രമാണ് വീട്ടിൽ ജോലിക്ക് പോകണമെന്ന് വിചാരിക്കാം. എനിക്ക് ജോലി ഇല്ലാണ്ടായി, ശമ്പളം കിട്ടാണ്ടായി, പിന്നെ എനിക്ക് വീട്ടിൽ കരി മേടിക്കാൻ പറ്റുമോ? വീട്ടിൽ തിന്നാനുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ? ഇല്ല. സ്വാഭാവികമായിട്ട് എന്റെ വീട്ടിൽ ചിലപ്പോൾ പട്ടിണി ഉണ്ടാവും. അപ്പോ ഇത്തരത്തിൽ പട്ടിണി ഉണ്ടായി കഴിഞ്ഞാൽ രാജ്യത്തിന് വളർച്ചയെ അത് ബാധിക്കൂലേ? കാരണം സർക്കാരിന് പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഞങ്ങളെയും കൂടി പോച്ചേണ്ടി വരും. അപ്പൊ നമുക്ക് സർക്കാർ നമ്മളെ പൊച്ചാനായിട്ട് റേഷനൊക്കെ തന്നെ ഉണ്ട്. BPL ആരും APL ആരൊക്കെ ആയിട്ട് നമ്മളെ തിരിച്ചിട്ട് സർക്കാർ നമുക്ക് എന്ത് തരുന്നുണ്ട്? റേഷൻ തന്നെ ഉണ്ട്. അപ്പൊ സർക്കാർ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? അധികം റേഷൻ തരേണ്ടി വരും. ചിലപ്പോൾ ദാരിദ്ര്യത്തിലാവുമ്പോൾ ചിലപ്പോൾ BPL ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അധികം റേഷൻ തരേണ്ടി വരും. സർക്കാരിന് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പൈസ ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ രാജ്യത്തിനെ ബാധിക്കണില്ലേ? ഇല്ലേ? ഇനി അത് എന്നെ മാത്രമാണ് ബാധിക്കുന്നത്? ഈ ജോലി ഇല്ലാത്തത് ഒരുപാട് പേര് ബാധിക്കുന്നുണ്ട്. ആ ഒരുപാട് പേരത് ബാധിക്കുമ്പോൾ അത് ഒരുപാട് പേരെ പ്രശ്നമാണ്. അപ്പൊ അത് ഒരുപാട് പേരെ സമൂഹത്തിൽ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമാണ് അല്ലേ? ഇത്തരത്തില് ഒരു വ്യക്തിയുടെ പ്രശ്നത്തിനെ സമൂഹവുമായിട്ട് എങ്ങനെ നമുക്ക് ബന്ധിപ്പിക്കാം? അത് ചെറിയൊരു ആംഗിളിലല്ല, ഒരു വൈഡർ ആംഗിളിൽ എങ്ങനെ ബന്ധിപ്പിക്കാം? ഒരു വിശാലാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ സമൂഹമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് മക്കളെ എന്ത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയ ചാൾസ് റൈറ്റ് മിൽസ് ആണ്. ആരാണ് മക്കളെ? ചാൾസ് റൈറ്റ് മിൽസ് ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഇത് പുറത്തിറക്കിയത്, അല്ലെങ്കിൽ ഈ ആശയം ആദ്യമായി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഓക്കെ. ഇനി സോഷ്യൽ കോസസ് ബിഹൈൻഡ് ഓൾ പേഴ്സണൽ പ്രോബ്ലംസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഇൻ ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഒരു വ്യക്തിയുടെ പ്രശ്നത്തിന് പിന്നിലെ സാമൂഹിക കാര്യങ്ങളെല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ എന്തിലൂടെ സാധിക്കും? സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ സാധിക്കും. അപ്പൊ ഒരു വ്യക്തിയുടെ പ്രശ്നത്തിന് പിന്നിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ എന്താണ്, സാമൂഹിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ കോസസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സഹായിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ബ്രോഡർ ഇൻഡിവിജ്വൽസ് പെർസ്പെക്റ്റീവ്. ഇവിടെയും ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സാമ്പിളിലൂടെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ആ എക്സാമ്പിൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം, എന്നിട്ട് വേണം ഇത് പഠിക്കാൻ. ബ്രോഡർ ഇൻഡിവിജ്വൽസ് പെർസ്പെക്റ്റീവ്. നമുക്കറിയാം, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഒരു വാഹനാപകടം നടന്നു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, വാഹനം ഓടിക്കുന്ന ആളുടെ ശ്രദ്ധ, അല്ലെങ്കിൽ എതിരെ വന്ന ആളുടെ ശ്രദ്ധ. ഇതാണ് മെയിൻ കാരണം. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് വാഹനാപകടം ഉണ്ടാവുന്നത്. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും, അല്ല. ചിലപ്പോൾ ട്രാഫിക് ലൈറ്റിന്റെ തകരാറോണ്ടായിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ റൂട്ടിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ടായിരിക്കും. റൂട്ടിനകത്തൊക്കെ വാഹനങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ ആ 2 പേർക്ക് 10 വണ്ടി അല്ലെങ്കിൽ 4 വണ്ടിയൊക്കെ കേരളത്തിൽ ചുരുങ്ങിയതുണ്ട്. എല്ലാവരും ഒറ്റക്ക് പോകാൻ, ബസ്സിന് പോകാൻ പറ്റുന്നതും കാറിനും ബൈക്കിനാണ് പോണത്. കാറിനാണ് ഇപ്പൊ മെയിൻ ആൾക്കാർ പോണത്. കാറുള്ള ആൾക്കാരൊക്കെ ഒറ്റക്ക് പോകണമെങ്കിൽ കാറിനാണ് പോണത്. അപ്പൊ റൂട്ടില് വണ്ടികളുടെ എണ്ണം കൂടുന്നു, സ്വാഭാവികമായിട്ടും അപ്പൊ എന്ത് വെച്ചും അപകടം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്തരത്തില് ഒരു വ്യക്തിയുടെ പ്രശ്നം അല്ലെങ്കിൽ വാഹന അപകടം അശ്രദ്ധ കൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റൂ?
ഇല്ല. അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിനെ വിശാലമാക്കിയല്ലേ അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടിനെ വിശാലമാക്കാൻ വലിയൊരു രീതിയിൽ വൈഡർ ആംഗിളിൽ ഓരോ കാര്യങ്ങളെ സമീപിക്കാൻ, ഒരു പ്രശ്നത്തിനെ ഒരു വൈഡർ ആംഗിൾ മനോഭാവത്തോടെ ഒരു വിശാലാർത്ഥത്തിൽ ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, നമ്മളെ പ്രാപ്തരാക്കുന്നതും എന്താണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. ഇനി അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്. സമൂഹത്തിലെ ഓരോ പ്രശ്നവും ആഴത്തിൽ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അതിന് പറഞ്ഞിരിക്കുന്ന ഉദാഹരണം എന്താണ്? ജോലിയുടെ കാര്യവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജോലിക്ക് പോകുന്ന ഒരു കണക്ക് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സ്ത്രീകളെക്കാൾ ഇരട്ടിയിലധികം പുരുഷന്മാരാണ് ജോലിക്ക് പോകുന്നത്. അതായത് ഒരു 70% പുരുഷന്മാർ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ അത് 20%-ഓളമാണ്, അല്ലെ, അല്ലെങ്കിൽ 25%-ഓളമാണ്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പല ആളുകളും പറയുന്നത് സ്ത്രീകൾ പഠിക്കാൻ മാത്രം പോയാൽ മതി, പഠിക്കാനും വിടാറില്ല. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കിയാൽ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പഠിപ്പിക്കാറുണ്ടെങ്കിലും കേരളത്തിന് പുറത്തേക്ക് പോയാൽ പെൺകുട്ടികൾക്കൊന്നും മര്യാദക്ക് പഠിക്കാനുള്ള അവസരമില്ല. ഇനി ജോലിക്ക് പോകാനുള്ള അവസരമില്ല. നമ്മുടെ കേരളത്തിലും ഇല്ല. ഉണ്ടാ നമ്മുടെയൊക്കെ എത്ര പേര് അമ്മമാർക്ക് ജോലിയുണ്ട്? എത്ര നമ്മുടെ ചേച്ചിമാർക്ക് ജോലിയുണ്ട്? ഇല്ല. കാരണം പലരും പഠിപ്പ് കഴിഞ്ഞാൽ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ അടുക്കള പണിയും ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയല്ല, ജോലിക്ക് സ്ത്രീകളും പോകണം. ചില വീട്ടുകാർ വിടില്ല. അതായത് ചില വീട്ടുകാർ പറയും അങ്ങനെ നീ അധ്വാനിച്ചുകൊണ്ട് വന്നിട്ട് വേണ്ട ഇവിടെ കഞ്ഞി വെക്കാന്ന് പറഞ്ഞിട്ട് ചില ഭർത്താക്കന്മാരെ വീട്ടുകാരും വിടില്ല. അവിടെ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത്തരത്തില് ഓരോ സാമൂഹിക പ്രശ്നം, എന്തുകൊണ്ട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നില്ല, ഇത്തരം പല പ്രശ്നങ്ങളുണ്ട്. വിദ്യാഭ്യാസമുള്ള അവസരമില്ല, ജോലിക്കുള്ള അവസരമില്ല, ജോലിക്ക് വിടുന്നില്ല, ജോലി കിട്ടുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഇത്തരത്തില് ഈ പ്രശ്നങ്ങളെല്ലാം ആഴത്തിൽ പഠിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്, നമ്മളെ സജ്ജരാക്കുന്നത് എന്താണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. ഇനി സെൽഫ് റിഫ്ലക്ഷൻ, നമുക്ക് സ്വയം നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണം നോക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്? ഒരാൾ വലിയൊരു ആർട്ടിസ്റ്റ് ആവാനായിരുന്നു ആളുടെ ആഗ്രഹം. അങ്ങനെ ടീച്ചർമാരൊക്കെ വാക്കിട്ട് ആൾ പോയിട്ട് എഞ്ചിനീയർ ആയി. ആൾക്ക് പിന്നെ കഷ്ടപ്പാടും ദരിദ്രവും ബുദ്ധിമുട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കാരണം അയാൾ എന്ത് ചെയ്യാൻ അവസാനം ആ പണി ഉപേക്ഷിച്ച് തിരിച്ച് ആരെന്നെയാവുകയാണ്? ഒരു പെയിന്റർ ആയിട്ട് മാറിയാണ്, ഒരു കലാകാരനായിട്ട് മാറുകയാണ്, അല്ലെ? അപ്പൊ ഇത്തരത്തില് ആള് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. വെല്ലുവിന്റെ വാക്ക് കേട്ട് ഞാൻ എടുത്ത് ചാടിയോണ്ട് എന്റെ ജീവിതം തന്നെയാണ് പോണത്. അപ്പൊ സ്വയം മനസ്സിലാക്കാനും സ്വയം തിരിച്ചറിവുണ്ടാകാനും സ്വയം വരുത്തിയ തെറ്റുകൾ തിരുത്താനും നമ്മളെ പ്രാപ്തരാക്കുന്നത് എന്താണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. നമ്മളായാലും ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മളെ പല പ്രവർത്തിയും ചില മണ്ടത്തരങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. അതൊക്കെ തിരുത്താൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പൊ അതൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള മനസ്സുകൂടി നിങ്ങളെ കാണിക്കണം. അതല്ലാതെ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണിച്ച് പൊട്ടത്തരം കാണിച്ചു അല്ലെങ്കിൽ മണ്ടത്തരം കാണിച്ചു ഇങ്ങനെ ജീവിക്കാന്നല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരവും മണ്ടത്തരവും തെറ്റുകളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ? കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ചിന്തിച്ച് അത് തിരുത്താൻ തയ്യാറാവാൻ എന്നതാണ് വലിയൊരു കാര്യം. ഇത്തരത്തില് അതൊക്കെ മനസ്സിലാക്കാനും അതൊക്കെ തിരുത്താൻ പ്രാപ്തരാക്കുന്നത് നമ്മൾ എന്താണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. ഇനി അടുത്തത് എംപതി ആൻഡ് ടോളറൻസ്. എംപതി ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സിമ്പതിയും ഉണ്ട് എംപതിയും ഉണ്ട് നമുക്കറിയാം. അല്ലെ, എന്താണ് സിമ്പതി? സിമ്പതി എന്ന് പറഞ്ഞാൽ സഹതാപമാണ്, അല്ലെ? ഒരാളോടുള്ള സഹതാപം. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ അത്രയും നാൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാള് പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അയാളോട് തോന്നുന്നൊരു സഹതാപം, അല്ലെ? അയാൾക്ക് നമുക്ക് കുറച്ച് കെയർ കൊടുക്കുന്ന ഒരു സഹതാപപരമായിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ അതൊക്കെ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടാ? ഇല്ല. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം. ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്, അല്ലേ? എനിക്ക് വല്ല വണ്ടിടിച്ച് എന്തായി ഞാൻ കിടപ്പിലായി. അപ്പൊ നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്നോട് കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അതൊരു സഹതാപത്തിന്റെ പുറത്താണ്. നിങ്ങളല്ലാതെ എന്നോട് നോർമലി നിങ്ങൾ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് ഇപ്പൊ പെരുമാറുന്നത് പോലെയാണോ പെരുമാറാ? അല്ല. നിങ്ങൾ എന്തെങ്കിലും കുറച്ച് സഹതാപത്തോടെയുള്ള സ്നേഹവും കരുതലും കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാം, അല്ലെ? അതാണ് ഈ സിമ്പതി എന്ന് പറയുന്നത്. ആ സിമ്പതി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാ? ഇല്ല. ഒരാൾ എന്നെ കണ്ടിട്ട് വിഷമിച്ചിരിക്കണം, ഒരാൾ എന്റെ അടുത്ത് നിന്ന് കരയാം, അതൊക്കെ ഞാൻ ആഗ്രഹിക്കൂ? ഇല്ല. സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നതല്ല. അവരെന്താ ചിന്തിക്കുന്നത്? നോർമലി ബാക്കിയുള്ളവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ അവരോടും പെരുമാറണം. ആ ഒരു പെരുമാറ്റമൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊന്നും പലപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല. പക്ഷെ ഈ എംപതി, ഇത്തരത്തിലൊരു സാധനം, സിമ്പതിയേക്കാൾ വലുതായിട്ട് ഈ എംപതി ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. ഇനി ക്രിറ്റിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്ത. എടാ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ്സിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ക്രിറ്റിക്കൽ തിങ്കിങ് അഥവാ വിമർശനാത്മക ചിന്ത എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നതിലെല്ലാം ശരിയായിരിക്കും, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ടാവും. ആ തെറ്റുകളിലെ നെഗറ്റീവ്സ്, ആ തെറ്റുകൾ എടുത്തു പറയുന്നത്, അതിനെ ഫോക്കസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ക്രിറ്റിക്കൽ തിങ്കിങ് അഥവാ വിമർശനാത്മക ചിന്ത എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ അതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്താണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. ഒരു പ്രശ്നത്തിനെ നെഗറ്റീവ്സ് എടുത്ത് പറഞ്ഞുകൊണ്ട് ആ നെഗറ്റീവ്സ് പരിഹരിക്കണം. അതിനാണ് ഈ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനും അത് തിരുത്താനും നമ്മളെ പ്രാപ്തരാക്കുന്നത് എന്താണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. ടു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സോഷ്യൽ നോംസ്. സമൂഹത്തിലുള്ള തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ചില ആൾക്കാരുണ്ട് മെന്റലി എന്തെങ്കിലും വീക്ക് ആയിക്കാൻ ചിലപ്പോൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോയിരിക്കും, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തൊക്കെ പോയിരിക്കും. അങ്ങനെ ഇവരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഈ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ എന്ത് പറ്റും?
ചില ആളുകൾ പറയും അവനിക്ക് ഭ്രാന്താണ്, അവൻ ഡോക്ടറുടെ അടുത്ത് പോയി അല്ലേ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റല്ലേ? നമുക്ക് ഭ്രാന്തന്മാർ മാത്രമാണ് ഇത്തരം ഡോക്ടർമാരുടെ അടുത്തേക്ക് പോണത്. അല്ല, മെന്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാതെ നമുക്ക് ഇത്തരം ഡോക്ടർമാരുടെ അടുത്ത് പോവാം. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെന്റൽ ഹെൽത്തും കൂടിയാണ്. അപ്പൊ ആ മെന്റൽ ഹെൽത്ത് മോശമായ നമുക്കൊരു ഡോക്ടറുടെ അടുത്ത് പോകുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അപ്പൊ ഇത്തരത്തില് നമ്മുടെ നാട്ടിലുള്ള തെറ്റായ പ്രവണതകളുണ്ട്. ഒരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ അത് ഭ്രാന്താണെന്ന് വിചാരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരം തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യാനും അതിനെ എതിർക്കാനും നമ്മളെ പ്രാപ്തരാക്കുന്നു, പ്രേരിപ്പിക്കുന്നത് എന്താണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. ക്ലിയർ ആണ്? ഓക്കെ മക്കളെ, ലാസ്റ്റ് ഈ ഒരു പാഠത്തിന് പഠിക്കുന്ന ലാസ്റ്റ് ടോപ്പിക് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. കമ്പാരിസൺ ചോദിക്കും, താരതമ്യം ചെയ്യാൻ ചോദിക്കും. സിമ്പിൾ ആടാ. കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ വ്യൂസ്, ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക്, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനാണ് അവിടെ പ്രാധാന്യം. പക്ഷേ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തിയുടെ കാഴ്ചപ്പാടിനേക്കാൾ കൂടുതലായിട്ട് എന്താണ്? അതിനെ സാമൂഹിക ബന്ധങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്യാനാണ് താല്പര്യം അല്ലേ? ഇവിടെ എന്റെ കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്റെ കാഴ്ചപ്പാടാണ്. പക്ഷെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? എല്ലാ സാമൂഹിക പ്രശ്നങ്ങൾക്കും അതിനെ സാമൂഹികമാക്കാനുമാണ്, അതിനെ സൊസൈറ്റിയുമായി റിലേറ്റ് ചെയ്യാനാണ് എന്ത് ശ്രമിക്കുന്നത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ശ്രമിക്കുന്നത്. ഒരിക്കലും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്തല്ല? ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ മാത്രം ആശ്രയിക്കുന്നതല്ല. ആണോ? അല്ലല്ല. ആ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പേരിൽ തന്നെ സോഷ്യോളജി, സോഷ്യൽ സമൂഹത്തെയാണ് ബന്ധിക്കുന്നത്. സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനാണ് പ്രാധാന്യം. വ്യക്തിയുടെ കാഴ്ചപ്പാടിനേക്കാൾ കൂടുതൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനും സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്കുമാണ് അവിടെ പ്രാധാന്യം കിട്ടുന്നത്. ഇനി കോമൺ സെൻസ് നോളജ് നോക്കിയ മക്കളെ, സൂപ്പർഫിഷ്യൽ എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ സ്റ്റീരിയോ ടൈപ്പ്. എന്താണ്? എന്തെങ്കിലും ഒരു അറിവ് സ്റ്റീരിയോ ടൈപ്പുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് കിട്ടാം അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന്. ആ സ്റ്റീരിയോ ടൈപ്പുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൊള്ളയായിട്ടുള്ള അറിവാണ് നമുക്ക് എന്തിലൂടെ കിട്ടുക? കോമൺ സെൻസ് നോളജിലൂടെ കിട്ടുക. പക്ഷെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ അങ്ങനെയാണോ? ഇല്ല. ഡീപ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പ്രശ്നത്തിനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ആഴത്തിൽ നമുക്ക് ഒരു പ്രശ്നത്തിനുള്ള കാരണങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് കോമൺ സെൻസ് നോളജിന്റെ അടുത്ത പോയിന്റ്? സോഷ്യൽ റിയാലിറ്റി and problems are not approached through critical thinking. എടാ, വിമർശിക്കാനില്ല. ഈ കോമൺ സെൻസിൽ സാമാന്യ ബുദ്ധിക്ക് അല്ലെങ്കിൽ സാമാന്യ ബോധത്തിന് അവിടെ വിമർശനത്തിന് പ്രാധാന്യമില്ല. ഞാൻ ചെയ്യാത്ത എന്റെ തെറ്റുകൾക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത എന്റെ നെഗറ്റീവ് സൈഡുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ചേക്കുന്ന നെഗറ്റീവ് സൈഡുകളുണ്ട്, അതിനെടുത്ത് പറയാനും അതിനെ തിരുത്താൻ ശ്രമിക്കലും എവിടെയില്ല? കോമൺ സെൻസ് നോളജിലില്ല. പക്ഷെ അതെവിടെയുണ്ട്? സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ അതിനെ എടുത്തു പറയുകയും അതിനെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയുണ്ട്? സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് അധികം കാര്യങ്ങൾ പഠിക്കാനൊന്നുമില്ല, കുറെ കാര്യങ്ങളും പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് വളരെ അതൊന്നും പറയാതെ വളരെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റിയത്. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ അല്ലേ? അപ്പോൾ അത്രയുള്ള നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പഠിക്കാതിരിക്കരുത്, കാരണം പെട്ടെന്ന് വായിച്ചാൽ പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെയും പറഞ്ഞു, നോട്ട് കിട്ടേണ്ട ആളുകൾ എന്ത് ചെയ്യാം? ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ഓണപരീക്ഷയ്ക്ക് മുമ്പുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസം വെച്ചിട്ട് ഒരു ഓഗസ്റ്റ് തുടങ്ങുള്ളൂ. ഓഗസ്റ്റ് ഒരു 8-ാം തീയതി 9-ാം തീയതി മുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓണപരീക്ഷയ്ക്കുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.